അപകട ഭീഷണി നേരിടുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷാ പരിശോധനയ്ക്ക് സുപ്രീംകോടതി അനുകൂലമായത് കേരളത്തിന് ആശ്വാസമായി മാറിയിരിക്കുകയാണ്. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാമെന്ന കേരളത്തിന്റെ നിരന്തരമായ ആവശ്യത്തെ തമിഴ്നാട് അതിശക്തമായി എതിർക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, കേന്ദ്രം നിലപാട് അറിയിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം നിലനിൽക്കുന്നതിനാലാണ് കോടതി ഇടപെടലിൽ സുരക്ഷാ പരിശോധനയ്ക്ക് പ്രധാനമായും വഴിയൊരുങ്ങുന്നത്. മുല്ലപ്പെരിയാർ ജനങ്ങളുടെ ജീവനെ ബാധിക്കുന്ന ഗൗരവ വിഷയമാണെന്നും രാഷ്ട്രീയമായി കരുതരുതെന്നും കേന്ദ്രത്തെയും കേരള തമിഴ്നാട് സംസ്ഥാനങ്ങളെയും സുപ്രീംകോടതി നേരത്തെ തന്നെ ഓർമ്മിപ്പിക്കുകയും ചെയ്തിരുന്നു. തമിഴ്നാടിന്റെ അതിശക്തമായ സമ്മർദ്ദം അംഗീകരിച്ച് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ അറ്റകുറ്റപ്പണികൾ നടത്താൻ കേരളം അനുമതി നൽകിയത് പുതിയ ഡാമെന്ന കേരളത്തിന്റെ ആവശ്യത്തെ യഥാർത്ഥത്തിൽ ദുർബലപ്പെടുത്താൻ കൂടിയാണ്. പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നതുവരെ ജനങ്ങളുടെ ഭീതി ഒഴിവാക്കാനായി നിലവിലുള്ള അണക്കെട്ടിൽ അറ്റകുറ്റപ്പണി നടത്താനാണ് കേരളം പ്രധാനമായും അനുമതി നൽകിയിരുന്നത്. എന്നാൽ ഈ ഉത്തരവ് സുപ്രീംകോടതിയിൽ ചൂണ്ടിക്കാട്ടി അണക്കെട്ട് അറ്റകുറ്റപ്പണി നടത്തി സുരക്ഷിതമാക്കിയെന്ന് വാദിക്കാൻ തമിഴ്നാടിന് അവസരമൊരുങ്ങുകയാണ് ചെയ്തിരുന്നതും. ഇതിനിടയിൽ സുരക്ഷാ പരിശോധനയ്ക്ക് വിദഗ്ധ സമിതി രൂപീകരിക്കണമെന്ന് കേന്ദ്രത്തോട് നിർദ്ദേശിക്കാൻ അധികാരമുണ്ടെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഡാം സുരക്ഷാ നിയമപ്രകാരമുള്ള ദേശീയ കമ്മിറ്റി നിലവിൽ ഇനിയും രൂപീകരിച്ചിട്ടില്ല. മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട സുപ്രീംകോടതിയുടെ 2014 വിധിയുടെ അടിസ്ഥാനത്തിലാണ് മേൽനോട്ട സമിതിക്കും ഡാം സുരക്ഷാ നിയമത്തിനും വ്യവസ്ഥ വേണ്ടത്. അതും നിലവിലുണ്ടായിട്ടില്ല. കേന്ദ്ര നിലപാട് അറിഞ്ഞ ശേഷം തുടർ നടപടിയെടുക്കാനാണ് കോടതി കൈക്കൊണ്ടിട്ടുള്ള തീരുമാനം. ഹർജി 22-ന് വീണ്ടും പരിഗണിക്കുകയും ചെയ്യും.